ടീച്ചറുകളോ? ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്ന അത്ര പന്തിയല്ല. ഞാൻ ലൈബ്രറിയിലേക്ക് പോവാ. ഐ വോണ്ട് ടു റീഡ് സംതിങ്. ആ ടീച്ചർ, ഇന്നലെ തന്ന കുറ്റിച്ചൽ ഗംഗന്റെ കുളിമുറി എന്ന് പറഞ്ഞ നോവൽ പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ബാഡ്നോവിന്റെ ദ ബാത്റൂം എന്ന കൃതിയുടെ പദാനുപത തർജ്ജമയാണ് ടീച്ചർ. ഈ ഗംഗനൊന്നും നോവലിസ്റ്റേ അല്ല. അച്ഛനെ, എന്റെ ലൈബ്രറി പുസ്തകങ്ങൾ എടുത്തു വെച്ചേക്കണേ, പേരറിയില്ല. ഓ, താങ്ക് യു ഫോർ യുവർ നൈഫ് ആൻഡ് ഫോർക്ക്. ഞാൻ 2 തവണ വന്നു. എങ്ങോട്ടാ യാത്ര? വീട്ടിലേക്ക്. എന്ന് വരും? വന്ന ശേഷം ആദ്യം എന്ത് ചെയ്യും? വന്നാൽ ആദ്യം എന്റെ വീട്ടിലേക്ക് വരുമോ? അത് അരുന്ധതിയുടെ വീടല്ലല്ലോ. എന്റെ ചേച്ചിയുടെ. സ്വന്തം ചേച്ചിയാണോ? അല്ല. മുമ്പൊരിക്കൽ അരുന്ധതി എന്നോട് പറഞ്ഞത് അങ്ങനല്ലല്ലോ. അവരൊക്കെ പ്രമാണിമാരല്ലേ, നമുക്കും അല്പം പ്രതാപം ഉണ്ടാവട്ടെ എന്ന് കരുതി പറഞ്ഞതാ. എന്തായിരുന്നത് ഈയിടെയായിട്ടൊരു മൗനം? ഏയ്, ഒന്നുമില്ല. അത് കള്ളം, പച്ചക്കള്ളം. എന്നെ പറ്റിക്കാമെന്ന് നോക്കണ്ട. പറയടി, എന്തായാലും പറ. നിന്റെ പഴയ വായാടിത്തരമൊക്കെ എവിടെ പോയി? അതാണ് എനിക്കും അറിഞ്ഞുകൂടാത്തത്. എങ്കിൽ അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഏതായാലും കാപ്പി കുടിക്കേ. ഒരു പക്ഷേ ഒരുപാട് പറയാനുള്ളവരായിരിക്കും ഏറ്റവും അധികം മൗനികളാവുന്നത്. നിനക്കും തുടങ്ങിയോ സാഹിത്യത്തിന്റെ അസുഖം? ഓ, സാഹിത്യകാരനുമായിട്ടാണല്ലോ സഹവാസം. ആ സഹവാസത്തെ വിചാരിച്ചാണ് ഇപ്പോഴെന്റെ ദുഃഖം. എന്തുണ്ടായി അരുന്ധതി? ഇങ്ങനെ തിന്നൽ. നമസ്കാരം ടീച്ചറുകളെ. കളെ എന്ന പ്രത്യയം തമിഴ് സാഹിത്യത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ബഹുമാന സൂചകമായ പ്രയോഗം. എനിക്ക് മാത്രമേ ഉള്ളൂ നമസ്കാരം. ഈ ടീച്ചറുകൾ എനിക്ക് മനസ്സിലായില്ല. വിമല എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇപ്പോൾ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നു.
നമസ്കാരം. നമസ്കാരം. ഇനി പറയട്ടെ, ടീച്ചറുകളെ ഇരുവരെയും ഈ അർജുനൻ എം എ അറിയും. ടീച്ചറുകൾക്ക് എന്നെ അറിയാം. ഞാനാണ് അർജുനൻ എം എ, ഹൈ ഫസ്റ്റ് ക്ലാസ്. അല്പം കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ റാങ്ക് ഹോൾഡർ ആകുമായിരുന്നു. നിങ്ങൾ എം എ ഫസ്റ്റ് ഇയറിന് അവിടെ പഠിക്കുമ്പോൾ ഞാൻ അവിടെ ബി എക്ക് പാരായണം നടത്തുകയായിരുന്നു. ആ വർഷത്തെ കോളേജ് ആനുവലിന് ഈറ്റിംഗ് കോമ്പറ്റീഷനിൽ ഏറ്റവും നല്ല ഈറ്റർ അത് ഈ വിനീതനായ ചരിത്രകാരനായിരുന്നു. ആ വർഷം 47 നേന്ത്രപ്പഴം ഭുജിച്ചവനാണ് ഈ ഉള്ളവൻ. അതിനുള്ള ഗുണമൊന്നും ഈ ശരീരത്തിൽ കാണുന്നില്ലല്ലോ. അത് മറ്റൊരു കഥ. കരുണരസം കരകവിയും കഥ പറയാം. പക്ഷേ കഥയാണോ? എങ്കിൽ കേൾക്കട്ടെ. കഥ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കഥയും കേട്ടിരുന്നാലേ ബസ് അതിന്റെ പാട്ടിന് പോകും. നിങ്ങളൊരു കോളേജ് അധ്യാപികയല്ലേ ടീച്ചറുകളെ? ബസ് എന്ന ഉച്ചാരണം തെറ്റാണ്. പ്രശസ്ത ഇംഗ്ലീഷ് പണ്ഡിതനായ റിച്ചാർഡ് ബട്ടൺ ബ്രോബ്രോ BUS എന്ന ഇംഗ്ലീഷ് പദത്തിന് ബുസ് എന്നാണ് ഉച്ചാരണം പറഞ്ഞിരിക്കുന്നത്. ആട്ടെ, കഥ പറഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് എനിക്കൊരു അപേക്ഷ. നിങ്ങൾ രണ്ടുപേരും കലാശാലയിൽ സാഹിത്യം പഠിപ്പിക്കുന്നവരാണല്ലോ. എനിക്ക് റിസർച്ച് ചെയ്യാൻ ഒരു വിഷയം നിർദ്ദേശിക്കാമോ? എ ഫ്രാങ്ക് കൺഫ്യൂഷൻ, യു സീ. അടുത്ത ചങ്ങാതിയല്ലേ അരവിന്ദൻ? ചങ്ങാതിയൊക്കെ തന്നെ, പക്ഷെ ആശാന്റെ അരിശവും ദുരിശവും മാറി കണ്ടു കിട്ടണ്ടേ? എങ്കിലല്ലേ തരം പാത്ത് രമ്യമായി ചോദിക്കാൻ പറ്റൂ. സോറി മിസ്റ്റർ അർജുനൻ, ഇക്കാര്യത്തിൽ വി ആർ ഹെൽപ്ലെസ്. ഞങ്ങൾ വിട്ടേക്കൂ. വാസ്തവത്തിൽ ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ. എന്നെ തഴയരുത് ടീച്ചറുകളെ, പ്ലീസ്. കഴിഞ്ഞ 4-5 വർഷമായി എനിക്ക് മനസ്സിന് ഒരു സുഖവും ഇല്ല. ഞാനിങ്ങനെ സ്ഥൂലിച്ചു പോയതും വെറും മനോവിചാരം കൊണ്ട് മാത്രമാണ്. മെന്റൽ കോൺസ്പിറേഷൻ. ഇത് ഞാൻ പറ്റോ? അയ്യോ, ഇത്രയും രൂപയായോ? പറയട്ടെ. പറയൂ ടീച്ചറുകളെ. ടോപ്പിക്ക് കണ്ടുപിടിക്കാനുള്ള പുറപ്പാട് തന്നെ ഒരു ടോപ്പിക് ആയിക്കൂടെ? അതായത് ഇരുട്ടുമുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തേടുന്ന പോലെ അല്ലേ? എക്സ്ക്യൂസ് മീ ടീച്ചറുകളെ, ഞാൻ പോവുകയാണ്. ശരി, നമസ്കാരം. ഈ ബില്ലും കൂടെ ഒന്ന് പേ ചെയ്തേക്കണേ. കേറു വരുന്നത്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കമാൺ. അപ്പൊ ഞാൻ പോട്ടെ. ഓ ശരി. കണ്ടോടി, ടീച്ചർ കാർ കയറി പോണ പോക്കണ്ട. ഫ്രണ്ടിനെ കൂടി വിളിക്കാമായിരുന്നില്ലേ? എനിക്ക് കൂട്ടി നിന്നേ ഉള്ളൂ. ഇതാണ് കാറിന്റെ ടയറിലെ ഇടത്തേക്ക് വഴി പറഞ്ഞു തരികയാണ്. വേണ്ട വേണ്ട, സ്നേഹമുള്ളവരുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കൊരിക്കലും തെറ്റാറില്ല. ഐ ആം സോറി. സോറി ഒന്നും പറയണ്ട, എനിക്ക് വഴി തെറ്റിയില്ലല്ലോ. ഇല്ലേ ഇല്ല. സെഞ്ചി, രവി എന്താ കൊണ്ടുവന്നത്? ആ എനിക്കറിയില്ല, എന്തോ പ്രസന്റ് കൊണ്ടുവന്നതാ. നീ നോക്കിയില്ലേ? ഞാൻ വാങ്ങിയില്ല. പൊതി കണ്ടിട്ട് ആൽബമാണെന്ന് തോന്നി. ഇന്ന് സമ്മാനം വാങ്ങിയ നാളെ ലവ് ലെറ്റർ തരുമ്പോ അതും വാങ്ങിക്കേണ്ടി വരും. നീ രവി ഇൻസൾട്ട് ചെയ്യായിരുന്നു. ഞാൻ ഇൻസൾട്ട് ചെയ്തൊന്നുമല്ല, എന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ. രവി നല്ലതിനാ മോളെ. ആരായാലും കൊള്ളാം. നാളെ കല്യാണക്കാര്യം പറയുമ്പോ
ഒഴിയാനൊക്കുമോ? ഒരു BA-കാരന്റെ ഭാര്യയെ നശിക്കാൻ എനിക്കിഷ്ടമല്ല. നിന്റെ അച്ഛൻ അവനെ ഇഷ്ടമാണെങ്കിലോ? ഒരു പാവയെ പോലെ അനുസരിക്കാൻ എന്നെ കിട്ടില്ല. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ജഗലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയസേ ഗോപാലചൂടാമണി. പണ്ടൊക്കെ മുത്തശ്ശി പറയാറുള്ള ആ കഥയൊന്ന് പറയാം. മുത്തശ്ശിയെ കാണണമെന്നും മുത്തശ്ശിയുടെ കഥ കേൾക്കണമെന്നും ഇന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടിയാ വന്നത്. ഇവിടെ ഇപ്പൊ ആരുമില്ല. പറയൂ മുത്തശ്ശി. Come in. Come in. കേറി വരാൻ പറഞ്ഞല്ലേ? ചേടാ, വരാൻ പറഞ്ഞിട്ടും വാതുക്കൽ അറച്ചു നിൽക്കാൻ ഇവിടെ ആരെങ്കിലും തുണി അഴിച്ചിട്ട് നിൽപ്പുണ്ടോ? അയ്യോ, ഇതാര്? ടീച്ചറോ? അകത്തേക്ക് വരാമല്ലോ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, തിങ്ക് ഓഫ് ഗോഡ് ആൻഡ് ദേർ ഹി ഈസ് എന്ന് പറഞ്ഞതുപോലെയാണ് അരുന്ധതി ടീച്ചറുടെ വരവ്. അല്ല, വന്ന കാലത്ത് തന്നെ നിൽക്കുകയാണോ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ. താങ്ക്സ്. താങ്ക്സ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ആതിഥ്യം സ്വീകരിച്ചു എന്നാണ്. എങ്കിൽ പിന്നെ ഇരുന്നേ പറ്റൂ. ഇപ്പോ ഞാനാണ് താങ്ക്സ് പറയേണ്ടത്, പക്ഷെ പറയുന്നില്ല. ഉള്ളുപൊള്ളയായ ഉപചാര വാക്കുകൾ സ്നേഹമുള്ളവർ തമ്മിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. യു സ്മോക്ക്? ചോദിക്കാൻ കാരണമുണ്ട്. ഹിസ്റ്ററി എന്ന വാക്ക് ഹേർ സ്റ്റോറി എന്നാക്കി മാറ്റണമെന്ന് വാദിക്കുന്ന സ്ത്രീകളുടെ യുഗമാണിത്. അത്രയൊന്നും പുരോഗമനം എനിക്കില്ല. പോരെങ്കിൽ പേരും അരുന്ധതി എന്നല്ലേ? മിസ്റ്റർ കമൽ ഇന്ന് നല്ല ഫോമിലാണല്ലോ. കാരണമുണ്ട്. എന്താണത്? കൈയെത്തിത്തുറാവുന്ന ഇത്രയടുത്ത് അരുന്ധതി ഉള്ളപ്പോൾ. മതി മതി, ബാക്കി പറയണ്ട. ഞാൻ വന്നത് അരവിന്ദനെ കുറിച്ച് അറിയാനാണ്. അവൻ നാട്ടിലാണ്. അത്രയും എനിക്കും അറിയാം. മുനിയല്ലേ, എപ്പ പ്രത്യക്ഷപ്പെടുമെന്ന് ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റില്ല. I am worried, Mr. Kamal. I am really worried about him. അരുന്ധതിയോ ഞാനോ വറി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അവനെ ഡാം ചെയ്യാണെന്ന് കരുതരുത്. പക്ഷെ ഇങ്ങനെ ഒരു മണുങ്ങൂസായി അവൻ എത്ര നാൾ കഴിയും? ഏതൊരു പുരുഷനും അസൂയ തോന്നും വിധം ഉത്കടമായി അരുന്ധതി അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനും ചോദിക്കട്ടെ, അരുന്ധതിയെ ഒരൊറ്റത്തവണയെങ്കിലും അവൻ ഇങ്ങനെ സ്പർശിച്ചിട്ടുണ്ട്? അങ്ങനെ പറയരുത് മിസ്റ്റർ കമൽ. പാവം അനുഭവിക്കുന്ന ദുരിതം കുറച്ചൊന്നുമല്ല. ഈ സഹതാപമാണ് എനിക്ക് തീരെ മനസ്സിലാകാത്തത്. ആത്മസുഹൃത്തല്ലേ അരവിന്ദൻ? എന്നിട്ടാണോ? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അടുപ്പമുള്ളവരോട് നാം സഹതാപം കാട്ടരുത്. അരുന്ധതി അതൊരു ഹീനമായ വികാരമാണ്. ഇതെന്താ ഇതുവരെ പൊട്ടിക്കാത്തത്? വന്നിട്ട് കുറെ ദിവസമായല്ലോ. ഇങ്ങോട്ട് നോക്കൂ അരുന്ധതി, ഇതിലൊരെണ്ണം പോലും പൊട്ടിച്ചിട്ടില്ല. അതെന്താ? എല്ലാം ബ്രഹ്മാവിന്റെ കത്തുകളാണ്. ബ്രഹ്മാവോ? അതെ, നമ്മുടെ ഫാദേഴ്സ്. പൊട്ടിക്കാതെ തന്നെ ഉള്ളടക്കം അറിയാം. മേപ്പിടിയാൻ എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാനാണ് തിടുക്കം. അതിനെന്താ, കെട്ടിക്കൂടെ? അതിനി ഒരാൾ കൂടി കനിയണ്ടേ? അന്വേഷിച്ചാൽ കണ്ടെത്തുന്നല്ലേ പ്രമാണം. അന്വേഷിച്ചലയാനൊന്നും എന്നെ കൊണ്ടാവില്ല. മാത്രമല്ല, അരുന്ധതി അന്വേഷിച്ച് എന്റെ വാതിലല്ലേ വന്നു മുട്ടിയത്. അതുപോലെ
ആരെങ്കിലും എന്നെങ്കിലും എന്റെ വാതിലിലും വന്ന് മുട്ടാതിരിക്കില്ല.